നമുക്ക് പപ്സ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി അതിൻ്റെ ഫില്ലിംഗ് ആദ്യം തയ്യാറാക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, സവോള, 1 സ്പൂൺ ജീരകം ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, മല്ലിപ്പൊടിയും, ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നേരം മൂടി വെക്കുക. ഇത് നന്നായി വെന്ത് കിട്ടി. ഇനി പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് മസാലയിൽ മൂടി വെക്കുക. ഇനി നമുക്ക് പപ്സ് തയ്യാറാക്കാം. അതിനായി 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് ഇതുപോലെ പരത്തിയെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ലെയറായി ഒട്ടിക്കാൻ വേണ്ടി 2 സ്പൂൺ മൈദ എടുത്ത് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ മേലെ അരിപ്പൊടി വിതറി ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫില്ലിങ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പപ്സ് റെഡിയായി കിട്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.